പൊന്നു കൂട്ടുകാരെ ഇവിടെ കണ്ടുപിടിച്ചിട്ട് തരുന്നുള്ളൂ. ഫുഡടിക്കാൻ പോകുന്നു 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 കൊറേ ആൾക്കാരുണ്ടല്ലോ. ഫോട്ടോ കൊച്ചിയിൽ നിന്ന് വന്ന ഫോട്ടോ വാസു ചിണ്ടൻ വല്ലതൊക്കെ പറയുന്ന പല പിള്ളേരെ അടിച്ചിറങ്ങും. ഗുഡ് മറ്റേ പോലീസ് കത്തിട്ടില്ല ഇവിടുത്തെ നജമുക്ക തിരിഞ്ഞു നോക്കിയേ. നജമുക്ക ഫോണിലാണ് ഇതാണ് പുള്ളി. പുള്ളി 1 മണിക്ക് 1 മണിക്ക് പുള്ളിക്ക് ഫ്ലൈറ്റ്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞ് പോണേ. കുഞ്ഞോനെ ഉറങ്ങണ്ടേ, അവന് നാളെ കുട്ടികള്. എന്തത് സീറ്റ് ബെൽറ്റ് വലിച്ചു കളിക്കണ നല്ല ചൂടുണ്ടല്ലോ ഏസിടാൻ പറയും കൂട്ടുകാരെ. ഉഷാറ് ചിന്ത അതൊക്കെ ചീത്തായ കാശ് കൊടുക്കേണ്ടി വരും. ബർഗർ ബിൽഡിംഗ് കാണിച്ചു കൊടുക്കട്ടെ എന്റെ പ്രഷറിന്. പ്രേക്ഷകരെ ഇതാണ് ബർഗർ ബിൽഡിംഗ്. വിഷ്ണുവിന്റെ ടാസ്ക് ഏൽപ്പിച്ച അത് ഏൽപ്പിച്ചതാ. പിന്നെ അത് പൂർത്തിയാക്കാണ്ട് വിഷ്ണു സാധനം തിരിച്ചിട്ടില്ല. അങ്ങനെ രാത്രി 1 മണിക്ക് 2 മണിക്ക് കളർ ഓടിക്കണോട്ടാ. ദുൽഖറിന്റെ റെസ്റ്റോറന്റ് ഇപ്പോഴറിയാൻ പാടില്ല. ഇത്ര നാളോട് അങ്ങനെ ഇതാക്കണ. പിന്നെ ഇരട്ടപ്പേരിടാൻ പറ്റും. ഇത് ഈ വ്ലോഗ് വൈറലാട്ടാ. ഒന്ന് പോടോ. മുടി വെട്ടടേന്നല്ലോ ഇത്. ശബ്ദം ഉണ്ടാക്കുമ്പോ അതെനിക്ക് കിട്ടിയ സ്വന്തം കട ഇവിടെ നട്ടാ ഫോൺ എടുത്ത് കൊറേ സ്ഥലത്തുണ്ട് ചെറിയത്. ഇവിടെ മാത്രല്ല. അല്ലടാ നീ ചിലപ്പോ ഇവിടെ ആയിരിക്കും എടുത്ത്. ഞങ്ങൾ ഇവിടെ എടുത്ത് പൈസ പോയില്ലേ? പൈസ പോയി സാധനം കിട്ടിയില്ല. കണ്ട ആ മെന്റാലിറ്റി നമ്മൾ വരുത്തണം. എന്നാലേ കാശ് വരുള്ളൂ എന്നാണ് ചിന്തം പറയണം. സിറോക്സ് വാച്ച് ശരിയാക്കണമെങ്കിൽ നടക്കൂലട്ടാ. വിഷ്ണുദത്ത എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇതൊന്നും ആവൂല. ഏതൊരു ടൈം കാണില്ലേ പൊന്നു കൂട്ടുകാരാ, വിഷ്ണു ഒരു സമയം ശരിയാക്കുന്ന പറഞ്ഞാൽ വിഷ്ണു സമയം ശരിയാക്കിയിരിക്കും. എത്ര മണിയായി ഇപ്പൊ അത് പറ. അത് കൊറേ നേരം കൈ കറങ്ങണ്. ഇത് റാൽഫ് വേറെ വിറ്റുണ്ട്. വാച്ച് മേടിക്കാൻ നമ്മളെ നമ്മ മേളിൽ കമ്പനി അടിച്ചില്ലേ ലുലുവിന്റെ മേളിൽ വാച്ച് കടക്കാരൻ. ഭയങ്കര കമ്പനിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്ത പറഞ്ഞു ചേട്ടാ ഇതൊന്ന് ശരിയാക്കി തന്നെ എന്റെ വാച്ച് ഒറിജിനൽ ഇതാണ് ജിഷോക്കാന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു ഇങ്ങന്നേക്കെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ടില്ലേ മേടിച്ചിട്ട് സമയം 2 മണിക്കൂർ എല്ലാം തെറ്റിച്ചു എല്ലാം കഴിഞ്ഞപ്പാ യൂട്യൂബ് ഒക്കെ കറക്റ്റ് കിട്ടുമോ? ശരി യൂട്യൂബ് നോക്കിയാ കിട്ടുന്ന പോലെ ചിന്ത പറ്റിച്ച്. റൂട്ട് ഓർമ്മ இந்த വഴിയിലൂടെ സൈക്കിൾ സൗട്ടി എവിടെ ഞങ്ങളുടെ വീട് വീട് അപ്പുറത്താ. ഞങ്ങൾ പഴയ വീട് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് വന്ന സ്ഥലമാണോ? അല്ലല്ല എന്ന് വന്ന സ്ഥലം എടാ നമ്മന്ന് വന്നത് ലെബനീസിൽ ലെംസ് ആൻഡ് ഗ്രിൽസിൽ. ലെബനോൻ സ്റ്റോറാണ്. അല്ലല്ല ഇത് ടർക്കിഷ്. ഇത് വേറെ ലീഗ.
ഇന്ന് നമ്മൾ അയ്യോ ഇതൊന്നും പറഞ്ഞേക്കട്ടെ. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? ടർക്കിഷ് റെസ്റ്റോറന്റ്. ഇന്ന് ടർക്കിഷിൽ പോയി നമ്മൾ എന്താണ് കഴിക്കുന്നത്? റിച്ച് ലൈഫ് അപ്പൊ ടർക്കിഷിലാണ് പോണത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളുമായി വരാം. കാഴ്ചകളുമായി വരാം. നമ്മുടെ ഏത് രാജ്യം? നമ്മുടെ രാജ്യം കർണാടക. നോ പ്രോബ്ലം നോ പ്രോബ്ലം. വഴി അറിയാവുന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ ഇല്ലെങ്കിൽ പെട്ടേനെ. കാണിക്കണ്ടല്ലോ അവളോട് ഇറക്കിനാ മതി. സുഹൃത്തെ രാജ്യം പറയണേല് രാജ്യം ഞാൻ നോക്കട്ടെ. അല്ലടോ രാജ്യം അങ്ങനെയല്ല, ഷോർട്ട് ഫോം വീഡിയോയില് കിട്ടിയതാ. നോക്കി പോയപ്പോ അതാണ് വീടെന്ന് പറഞ്ഞപ്പോളേ ഊബറായിട്ട് അങ്ങാട് വിളിച്ചേക്കുന്നത്. അത് വീഡിയോയില് കിട്ടിയില്ല. ശേ എന്റെ പ്രഷർ എന്നോട് ചിരിച്ച് മരിക്ക. അതാണ് ഞങ്ങളുടെ വീടെന്ന്. ഒറ്റ വിളക്കൽ ആരെങ്കിലും റോഡിൽ നമുക്ക് അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യില്ല. ഇവിടെ നിന്നോളി. അജുമക തൃശ്ശൂര് പോയി കഴിഞ്ഞാ ഒരു കാര്യമില്ലട്ടാ. വെറുതെ എല്ലാ ദിവസവും പണിയെടുത്ത് അങ്ങനെ പോവാ. ആര് പണിയെടുക്കണ്? അജുമക്ക പണിയെടുക്കണല്ല, സാധാരണ ആളുകൾ പണിയെടുക്കുമ്പോ ഇങ്ങനെ ഇന്നലെ അൽനാസർ സ്ട്രീറ്റ് ജിദ്ദാന്ന് 10 പൈസ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. എന്തോരം കാശി. 3 റിയാൽ എന്താണെന്ന് ചോദിച്ചേ പറ്റിച്ചേക്കണം. അത് പോയിട്ട് അത് പാളിയ വാച്ച് പാളി. നടന്നില്ലേ വാച്ച് പാളിയാ? എന്തൊക്കെയാണ് ബാബർ ഷോപ്പ്? ഇതൊക്കെയാണ് സല്ലൂർ. അഫ്ഗാൻ എടാ ടർക്കിയിലൊക്കെ എന്താണ് ഇതെന്താ ആൾക്കാർ ഭയങ്കര ചിക്കനൊന്നും വേണ്ട പൊന്നുമണി. ചിക്കനൊക്കെ കഴിച്ചിട്ട് മതിയായി. ചൂടെ നമ്മ കഴിക്കാൻ പോണത് മിക്സ്ഡ് ആണ്. ചിക്കനൊന്നും കഴിക്കുന്ന പരിപാടി പിന്നെ പൊങ്ങിന് രണ്ട് നല്ല. അയ്യോ ഇത് കേറി ഇവിടെയാണ് കബാബ് റോൾ ഉണ്ടെന്ന് എനിക്കറിയാമല്ല. പക്ഷേ ഇവിടെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ടർക്കിഷിൽ ഇതൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് നമ്മൾ. പക്ഷേ തിരക്കാണ്, ഭീകര തിരക്കാണ്. അതിൻ്റെ അടുക്കാൻ പറ്റണല്ലോ. അപ്പം നമ്മൾ നേരെ അഫ്ഗാനിലേക്ക് പോണേ. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷേ നടന്നില്ല. അതേ പോണു. ഇതാണ് ടർക്കി സെൻട്രൽ റെസ്റ്റോറൻറ്റ്. പക്ഷെ നമ്മൾ തോക്കില്ല. നമ്മൾ എന്ത് പിടിക്കും? നമ്മളുടെ ഇതാ കാണുന്ന അഫ്ഗാൻ പിടിക്കും. അഫ്ഗാൻ ബ്രദേഴ്സ് റെസ്റ്റോറൻറ്റ്. അഫ്ഗാൻ പിടിക്കുന്നതാണ്. ചത്ത്. ആ കുഞ്ഞുവനോട് ആരെങ്കിലും പറയിൻ്റെ ഇടയിൽ എക്സസ് കയറുകയാണ്. സ്പേസ് ഒന്നുമില്ല. നമ്മളെ പൊള്ളി
ഓ താങ്ക് യു ബ്രോ. കണ്ടാ ആ ചേട്ടൻ വെൽക്കം പറഞ്ഞണ്ട. എന്താ ഏത് മൂഡ് അംബാനി ഇത് ഞങ്ങൾ കഴിച്ചല്ലോ. ഇത് വേറെ ആൾക്കാരുടെ വന്ന സമയത്ത് വന്നിട. ഏത് ഖത്തറിൽ വന്ന സമയത്ത് വന്നിട. പിന്നെ വന്നിട്ടില്ല. ഇന്നിപ്പോ രാജ്യമുക്ക് പോണത് പ്രമാണിച്ച് റൂമെടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ഭക്ഷണം. ഇന്നത്തെ യുവതലമുറ എങ്ങനെ വഴിതെറ്റും വഴിതെറ്റുന്നു ഫോൺ. അതിപ്പോഴാ ആദ്മി അവിടെ കുടിച്ചോളാം കുടിച്ചോളാം. മന്തി കഴിച്ചാളു പുള്ളിയൊക്കെ വയ്യ. പുള്ളിയൊക്കെ ഒരു പിടി പിടിക്കുന്നുണ്ടോ ഇപ്പൊ. പാർട്ട്ണറാണ് വേണ്ടി. പാർട്ട്ണറിന്റെ കടി കണ്ടോട്ടെ ഇപ്പൊ. പിന്നെ കുറിച്ചല്ലേ എന്നാ പിന്നെ ഇനിയിപ്പോ ഇത് തീർത്തിട്ട് ഫോൺ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ തീർന്നു. അതെ, നാട്ടിൽ പോകുന്ന എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങള്? ഓ അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ അതല്ല, ഈ ഇവിടെ വന്നിട്ട് ഈ 4 മാസം കൂടുമ്പോൾ വന്നിട്ടുണ്ടല്ലോ ഖത്തറിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തവണ വന്നപ്പോൾ നിങ്ങൾ എവിടെ പോയില്ലേ? ഉമ്രയിൽ പോയില്ലേ? ഉമ്രക്ക് പോയില്ലേ? അപ്പം അതിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയാം. ഉമ്രക്ക് പോയിട്ട് ആ കണ്ണെങ്ങോട്ടാ പോണേ? പറ, ഒരു അനുഭവം പറയൂ, പങ്കുവയ്ക്കൂ. ഓർമ്മ വരുന്നില്ല. ഓക്കെ. ശീതളമാനിയം കുടിച്ച് വയറ് നശിപ്പിക്കുന്ന യുവാവേ, നിനക്ക് എന്താണ് പറയാനുള്ളത്? മൗണ്ടൻ ഡ്യൂ. ഗുഡ് വൺ. ഓൾവേസ് ബൈ ദിസ് വൺ. പ്രൊമോഷൻ. ഓക്കേ. മന്തി മേടിച്ചു തന്ന യുവാവ്. ഓ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തേക്കട്ടെ. ഈ മന്തി മന്തി മേടിച്ചു തന്ന മുണ്ടമേലി എന്ന് പറഞ്ഞ ചിന്തപ്പനും ഫാമിലിയും. കറക്റ്റ് ഉണ്ടല്ലോ. സ്കൂൾ ടൂർ കൊണ്ടുപോകുമ്പോ നമ്മളെ സ്കൂൾ ടൂർ ഇല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ടൂർ പോകുമ്പോ നമ്മുടെ അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയാൽ പിന്നെ ഏത് കണ്ടോ ഫാമിലിയൊക്കെ ഓഡിയൻസ് ഒക്കെ ഉള്ള എനിക്ക് മോശം ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. ബീപ്പ് കയറ്റാൻ അറിയില്ലല്ലോ നമുക്ക് ഇതിനകത്ത്. അൽമാ സാർ, ഖത്തറിന്റെ തെക്ക് പടിഞ്ഞാറൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു ചേട്ടൻ വരുന്നു, കണ്ടില്ലേ? ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ സൊമാറ്റോയ്ക്ക് ഡെലിവറി പോയതാണ് ഓർമ്മ വരുന്നത്. വാവ്, വേറൊരു ചേട്ടൻ നീല വണ്ടി. നമ്മുടെ വേറെ ഒരു റൈഡർ വരുന്നു. ഇവനറിയാം, പക്ഷെ കാണാൻ മനസ്സിലായില്ല. ഓ, പിന്നെ അങ്ങനത്തെ എന്തോരം ഉണ്ട്. ആരാ എന്തുകൂടാ എടാ, നമ്മ ഇതിന്റെ വീഡിയോ എടുക്കണം, അവന്റെ വീഡിയോ അല്ല. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മള് ചെറിയ ലംബോയൊക്കെ കണ്ട് അവിടെ കിടക്കുന്ന ചണ്ടില്ല. ഞങ്ങൾ വീടിന്റെ അവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ വീടെത്തി.
വീടെത്തിയിരിക്കുന്നു റൈറ്റ് എടുക്കാൻ മാറി ഇവിടെ നിർത്തിയാ പോരെ. എന്തിനാണ് വീണ്ടും മുമ്പിൽ കൊണ്ട് എടുത്തൂല്ലേ? എന്തിനാ വീണ്ടും മുമ്പിൽ നിന്നാ പോരി നിനക്കൊക്കെ ആ ഇവിടെ നിന്നിട്ട് നടക്കാൻ. ഇതാണ് ഞങ്ങളുടെ വീട് ഗൈസ്. അപ്പൊ ആ വഴി കൂടി പോകായിരുന്നു. സോറി ബ്ലർ ആയിപ്പോയി കുറച്ച്. പക്ഷെ ഇവര് ഞങ്ങൾക്ക് ഇറങ്ങി പോകും. ഇവരല്ല ഒരാള് കൂട്ടത്തിൽ ഒരാള് ഞങ്ങൾക്ക് ഇറങ്ങിയേ പോകുള്ളൂ. അല്ല അന്ന് നീ ഇവിടെ ഇറങ്ങി നടന്ന ആള് എവിടെ ഞാനാ അവിടെ അപ്പുറത്ത് റൈറ്റ് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നടന്നേനെ. ആ റൈറ്റ് അതാ ഞാൻ പറഞ്ഞു ഈ ജംഗ്ഷനിൽ ഇറക്കി വിടുന്നവരുടെ നടക്കൂല കേട്ടാ. ഏഞ്ചൽ മോൻ അതൊക്കെ പണ്ട് നിർത്തി. റൈറ്റ്. ചിലവര് നേരെ പോയിക്കാള്. ഇന്നാള് ഇതേപോലെ ഇവിടെ എത്തിയിട്ട് നേരെ പോയിക്കഴിഞ്ഞു രണ്ടെണ്ണത്തെ ഓഫ് ചെയ്യേണ്ടി വന്നു. വണ്ടി വിടുന്നില്ല. വണ്ടി വിട്ടോ അങ്ങനെ ഞങ്ങൾ വീടെത്തി. അന്നാ മുടിഞ്ചാച്ചത്. ആ ഓക്കെ താങ്ക് യു. എടാ ഊബർ ഇന്ത്യ ആടി കൂടി പൈസ കൊടുക്കാം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് കണക്ക് പറയാം. തമിഴ് എനിക്കുള്ള ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് മേലെ പോയി പൈസ എടുത്തിട്ട് എടാ ഇത് തുറക്കൊന്ന്. അല്ലടാ അത് ബ്ലോക്കായെന്ന്. അത് ബ്ലോക്ക് ചെയ്തപ്പോ കുഴപ്പമില്ല മതി. വേണ്ട ക്യാഷ് മേലുണ്ട്. എന്റെ ഉണ്ട് താക്കോലുണ്ട്. വാ എല്ലാരും വാ. അയ്യോ വൈകി പോണേ. ഫുഡ് അടിയായി. ഫുഡടി കഴിഞ്ഞു. അപ്പോ ഇല്ലടാ ചില്ലറ കാശൊന്നും. എന്താണ് എന്തെങ്കിലും മേടിക്കാനാ? അങ്ങനെയൊന്നും നടക്കൊന്നുമില്ല. ഇത് എന്ത് അതാ കൊടുത്തോളൂ. അവിടെ ചെല്ലുമ്പോ ഞാൻ കൊടുത്തോളൂ.